സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ് വാഹനം എടുത്ത 4 വട്ടം മതേതരത്വം പ്രസംഗിക്കുന്ന ലീഗുകാര് ഈഴവ സമുദായവും പിന്നോക്ക സമുദായത്തിലെയും കൊണ്ടുനടന്നിട്ട് എത്ര കൊല്ലം കൊണ്ടുനടന്നു ഞങ്ങള്, എത്രയോ ലക്ഷം രൂപ പാർലമെന്റ് മാർച്ച് വരെ ഉൾപ്പെടെയുള്ള ചെയ്ത്, എന്നിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ടില്ലേ? വേണ്ട, നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. അവർ വിളിച്ചപ്പോൾ പോകാതെ എന്നപ്പോൾ തൊട്ടല്ലേ എന്നെ എതിർക്കാൻ തുടങ്ങിയത്. ഇവരല്ലേ യഥാർത്ഥ വർഗീയവാദി, ഇവരല്ലേ. ഇവര് മതേതരത്വം പറയുന്നെങ്കിലും ഇവിടെ മതത്തിന് അധിഷ്ഠിതമല്ലേ. ഇവർക്കെതിരായി പറയുന്ന മുസ്ലിംകാരെ പോലും ഇവർ വെച്ചേക്കുവോ? അവരെല്ലാം തകർത്തുകയും കൊല്ലുകയും ചെയ്ത ചരിത്രങ്ങളില്ലേ ഇവരുടെ കയ്യിൽ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. ശ്രീനാരായണ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഗുരുദേവന് പടം പോലും കാണാത്ത ഒരാളെ മലപ്പുറത്ത് നിന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ അത് ശരിയായില്ല. അത് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത്. കൊല്ലം SNDP യോഗത്തിന്റെ ആസ്ഥാനം, SN ട്രസ്റ്റിന്റെ ആസ്ഥാനം, ഏറെ ഉള്ള ആ പ്രദേശത്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എന്നെ ആദ്യ നിർത്ത ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. LDFന്റെ അല്ല UDFന്റെ കുഞ്ഞാലിക്കുട്ടി. ചന്ദ്രി എഡിറ്റോറിയൽ വരെ എഴുതില്ലേ? അപ്പോ അവരുടെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം തന്നെ ഒന്നായി എന്നെ എതിർക്കുകയാണ്. അപ്പൊ മതേതരവാദികളാണ് അവര്. ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചു കൂടുകയാണ് അവര്. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത പുലർത്തുന്നു. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നതും പറഞ്ഞിരിപ്പിക്കുന്നതും ആരാ? നിങ്ങൾ നാലേക്ക് നോക്കും. അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവരുണ്ട് അവിടെ? ഒരു പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തിൽ എന്ത് ഇത്തരം 56% ഇല്ലേ ഉള്ളൂ? ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നാളെ വരെ നിർത്തിയിട്ടുണ്ടോ? ഇത് കബളിപ്പിക്കുകയല്ലേ? പിന്നെ നിങ്ങൾ നടത്താമെന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഞാൻ ആരുടെ പേരും പറഞ്ഞില്ല. ഇവിടെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 9 പേരെ നോമിനേറ്റ് ചെയ്തു പാർലമെന്റിലേക്ക്. നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ 7 പേര് ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുടുവാളുമായിട്ട് ഇറങ്ങിയാരാണ്? ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾക്ക് 7 കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗങ്ങളും റാവുത്തർ വരെ സംഘടന വരെ ഇറങ്ങിയിരിക്കുകയാണ്. നവോത്ഥാന സംരക്ഷണം, മൂല്യ സംരക്ഷണം ഞാൻ രാജിവെക്കും. ഇതാരും അല്ലല്ല എന്നെ കൊണ്ടാണ് അവിടെ ഇരുത്തിയത്. പിണറായി വിജയൻ പറഞ്ഞിട്ടായിരിക്കുന്നത് ഇരിക്കണേ ഞാൻ. അദ്ദേഹം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോകും. അവരെല്ലാം ഞാൻ രാജിവെക്കുന്നു, ഞാൻ രാജിവെക്കുമെന്ന് പറയാൻ ഇവരെല്ലാം എന്നെ അവിടെ കൊണ്ടിരുത്തിയത്. അപ്പൊ അതിനെല്ലാം അവർ ഒന്നായി നിന്നു. കാരണം 5 MLA MP ആരാണ്? ഒറ്റ സമുദായം, 2 ക്രിസ്ത്യാനി, 5 മുസ്ലിം. അവിടെ പോലും മതേതരം പറയുന്ന ഇവർക്ക് ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ ഈ പിന്നോക്കക്കാരനെ ഒരാളെ പോലും പറയാൻ ഇവർക്ക് ആർക്കും ഈ ന്യൂനപക്ഷങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അതാണ് 2ാമത്തെ ഒരാക്രമണം. 3ാമത്തതാണ് ഈ പ്രതി. ഒന്നല്ല, ഇപ്പൊ എന്റെ നേരെ ആക്രമിക്കുന്നത് 3ാമത്തതാണ്. ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എന്നെ കൊണ്ടു നടന്നില്ല അങ്ങനെ ഒരുപാട് നാൾ. ഈ 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് എതിർക്കണം? ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നു സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. എന്നിട്ട് ഓരോ ചാനലുകാരും അവരെല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചാനലിൽ നിന്ന് ഞാൻ രാവിലെ കണ്ടതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട എന്നെ എതിർക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളെ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് ഇന്റർവ്യൂ ചെയ്ത് എന്നെ തീറ്റ പറയിപ്പിക്കുന്നു. എന്നാ ബാലൻസ് ചെയ്തെങ്കിലും പറയിപ്പിക്കണ്ടേ? മുസ്ലിങ്ങളോട് തന്നെ ചോദിച്ചു, എന്നോട് വിരോധമുള്ള അവരോട് തന്നെ ചോദിച്ച് എന്റെ പേര് എന്നെ കേസെടുക്കാൻ ഞാൻ എന്നെ ഉണ്ടാക്കിയതാണ്. ഞാനൊരു സമുദായത്തിന് എതിർത്തില്ല, മുസ്ലിമിനെ ഞാൻ എതിർത്തില്ല, അവരോടൊരു ഉദ്ദേശം പറഞ്ഞില്ല.
ഒരു വിദ്വേഷം ഒരു സമുദായത്തോടും പറയാതെ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിന് സംസ്ഥാനമാക്കി വെച്ചോണ്ടിരിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ അതൊന്ന് ആലോചിച്ചു. അവിടെ നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനമേ വെട്ടിച്ചൂടാൻ പോലുള്ള അവസ്ഥയില്ല. നിങ്ങൾക്കറിയാമോ? അടിമകളാണ് അവിടെ നമ്മൾ. എന്തുകൊണ്ട് നമുക്ക് ഉടമകളാകാൻ സാധിക്കുന്നില്ല? കാരണം നമ്മുടെ തന്നെ കുറവാണെന്ന് ഞാൻ അവിടെ പറഞ്ഞു. മറ്റുള്ളവർ ഒന്നായി നിൽക്കുന്നു, അവരൊന്നായി നിന്ന് നന്നായി. നമുക്ക് എന്തുകൊണ്ട് ഒന്നായി കൂടാ എന്ന് പറഞ്ഞാൽ വർഗീയതയാണത്. അവിടെയെല്ലാം ലീഗ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ മഹാഭൂരിപക്ഷമുള്ള ഇപ്പുറയുള്ള ആളുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നില്ല, ഛിന്ന ഭിന്നമായി നിൽക്കുന്നു. ഛിന്ന ഭിന്നമാക്കുവാൻ നമ്മളെല്ലേ സാധിക്കൂ, വേറെ എവിടെയെങ്കിലും സാധിക്കുമോ? ഇതെല്ലാം ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണ്. ഞാൻ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ലാതെ ഞാൻ ഒരു മുസ്ലിം വിരോധിയിൽ എന്നെ മുസ്ലിം വിരോധിയാക്കി ആണിയടിക്കുക. എന്തിന്? എന്റെ കോലം കത്തിച്ചു. അവർ വിചാരിച്ച എന്നെ പോലും കത്തിക്കാൻ സാധിക്കും. കത്തിച്ചോട്ടെ, ഞാൻ തയ്യാർ. എന്റെ കോലം എന്തിനു കത്തിക്കുന്നു? എന്നെ കത്തിയത്. അതുകൊണ്ട് അവർക്ക് ആത്മസംതൃപ്തി അണയാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. 88 വയസ്സായില്ല ഞാൻ. ഇനി എത്ര കാലം ഞാൻ ജീവിക്കുമെന്ന് ആരും ഉറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല. എപ്പോഴും ഏതിനും ഞാൻ തയ്യാറാണ്. പറഞ്ഞ വാക്കിൽ നിന്നും ഒരു വാക്ക് പോലും പിൻവലിക്കാൻ തയ്യാറല്ല. ആരുമായിട്ടും പ്രകോപിപ്പിക്കാനില്ല. മതസൗഹാർദ്ദമാണ് നമ്മുടെ ലക്ഷ്യം. മതവിദ്വേഷം ഒരിക്കലും ഞങ്ങളുടെ മുദ്രാവാക്യമല്ല, SNDP യോഗത്തിന്റെ മുദ്രാവാക്യമല്ല. ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്തിന് ആ സോദര ചിന്തയിൽ നിന്നുകൊണ്ട് എന്നും SNDP യോഗം പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ആ സോദര ചിന്തയെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളെല്ലാം സോദര എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് സോദര എന്ന് വിളിക്കുവാനുള്ള ഒരു ശബ്ദം പോലും കേൾക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട അവകാശങ്ങൾ കൂടി കവർന്നെടുത്തുകൊണ്ട് നമ്മളെല്ലാം നിരാശരായി അധികാരങ്ങളിൽ നിന്നെല്ലാം ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം മലപ്പുറത്തുണ്ടായാൽ അത് ഞാൻ തുറന്നു പറഞ്ഞ ജാതിയല്ല, നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാചനയാണ്, ഒരു അപേക്ഷയാണ്. ഇത് നിങ്ങൾ കാണണം. അത് നീതി നിഷേധിക്കപ്പെട്ട അവിടുത്തെ സംഘടിത മതശക്തികളായ ലീഗുകാർ, അവരിൽ തന്നെ എത്രയോ നല്ല മുസ്ലിംസ് ഉണ്ട്. എന്റെ പ്രസ്താവന കേട്ട ശേഷം മുസ്ലിമില്ലാത്ത ചില ആളുകൾ എന്നെ വിളിച്ച്, ചേട്ടനെ ഞങ്ങൾക്കറിയാം, ചേട്ടൻ പറഞ്ഞ വളരെ ശരിയാണ്, പക്ഷെ അത് ശരിയാണെന്ന് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ തല പോകും, എനിക്ക് പറയാനൊക്കത്തില്ല. എത്രയോ നല്ല ആളുകളതിനകത്തുണ്ട് ലീഗിന്, മുസ്ലിങ്ങളിൽ. പക്ഷെ ലീഗിൽ നിന്നൊരു നീതി കിട്ടുന്നുണ്ടോ നമുക്ക്? അവർ അധികാരത്തിൽ കയറിയിട്ട് നമുക്ക് എന്ത് തന്നു? ഒന്നിച്ചു പോയതല്ലേ. ഇതെല്ലാം തുറന്നു പറയുമ്പോൾ അധികാരം നഷ്ടപ്പെട്ട ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ട് സമുദായത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം.